ചരിത്രവും ഐതിഹ്യവും വാസ്തുവിദ്യയും ഇടപിടിഞ്ഞിരിക്കുന്ന കാഴ്ചാ കേന്ദ്രമാണ് പത്തനംതിട്ട കവിയൂരിലെ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രഥശില്പ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഇന്നും വേണ്ട രീതിയിൽ അറിയപ്പെടുന്നില്ല. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം, പല്ലവ രഥശില്പ ശൈലിയിൽ കൊത്തിയെടുത്ത മഹാദേവ ക്ഷേത്രം. പ്രസിദ്ധമായ കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമെന്നും ഐതിഹ്യമുണ്ട്. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിൻ്റെ മധ്യത്തിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി 4 അടി വീതിയിൽ 20 അടി നീളത്തിൽ അർദ്ധമണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിരിക്കുന്നു. അർദ്ധമണ്ഡപത്തിൻ്റെ ചുവരുകളിൽ ഗർഭഗൃഹ പ്രവേശനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 2 ദ്വാരപാലകന്മാർ. ആയുധങ്ങൾ അണിയാതെ 2 കൈകളും കെട്ടി വീര്യബലങ്ങൾ അടങ്ങി നിൽക്കുന്ന ഒരു ദ്വാരപാലക ശില്പവും യഥാധാരിയായ മറ്റൊരു ദ്വാരപാലക ശില്പവുമാണുള്ളത്. പുരാവസ്തു വിദഗ്ധനായ കൃഷ്ണ ചൈതന്യ ഇവിടെയുള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. വടക്കേ ചുവരിൽ ഗണപതി, തെക്കേ ചുവരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും കാണാം. കല്ലിൽ കൊത്തിയ ഈ ശില്പങ്ങൾ മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യം പുലർത്തുന്നവയാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന തൃക്കക്കുടി ഗുഹാക്ഷേത്രം പക്ഷേ വേണ്ട രീതിയിൽ പുറം ലോകത്ത് അറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ദേവസ്വം ബോർഡിൻ്റെ ആയാലും പുരാവസ്തുവിൻ്റെ ആയാലും ടൂറിസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഇതൊരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നേനെ. ഒരു ഇങ്ങനെയൊക്കെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ വരുന്നിടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു കർമ്മം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ തമിഴ്നാട്ടിലോ എവിടെയോ ആയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയേനെ അല്ലേ. നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം. ഗവേഷകർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ആനന്ദം പകരാൻ സാധിക്കുന്ന തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന് വേണ്ട പരിഗണന നൽകി തീർത്ഥാടന ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കക്കുടി ഗുഹാക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും ഇഴപിരിഞ്ഞിരിക്കുന്ന ആത്മീയ അനുഭൂതി പ്രദാനം ചെയ്യുന്നു. അധികൃതരുടെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധയും ഇടപെടലും ഉണ്ടായാൽ ഈ നാടിൻ്റെ തന്നെ വികസനത്തിന് ഈ ഗുഹാക്ഷേത്രം കാരണമാകും. പത്തനംതിട്ട കവിയൂരിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.